കുന്നംകുളത്തെ പ്രാദേശിക യൂത്ത് കോൺഗ്രസ് നേതാവിനെ കുന്നംകുളത്തെ ഒരു സംഘം പോലീസുകാർ അകാരണമായി പിടിച്ചുകൊണ്ടുപോയി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നാം കണ്ടുകഴിഞ്ഞു. വലിയ ഞെട്ടലും സ്തോഭവുമാണ് നമുക്കത് ഉണ്ടാക്കിയത്. പോലീസിനെ ആരാണ് ഭരിക്കുന്നതെന്ന്, പോലീസിന് ഇவ்விധം നരനായാട്ട് നടത്താൻ ആരാണ് അനുമതി കൊടുക്കുന്നത് എന്ന ചോദ്യം ഇപ്പോഴല്ല, എപ്പോഴേ നമ്മുടെ മനസ്സിലുണ്ട്, നമ്മുടെ സാമൂഹ്യ മണ്ഡലത്തിലുണ്ട്. പക്ഷെ അവ നേരാവണ്ണം പരിഗണിക്കപ്പെട്ടിട്ടില്ല. ഈ പോലീസിന്റെ മനോവീര്യത്തെക്കുറിച്ച് മാത്രം അധികം സംസാരിക്കുന്ന ഭരണകൂടത്തെയാണ് നാം എപ്പോഴും കണ്ടിട്ടുള്ളത്. ഇടതുപക്ഷ സർക്കാരിനൊരു പോലീസ് നയമുണ്ടെന്നും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം ഇത് ഞങ്ങളുടെ പോലീസ് നയമല്ല എന്ന് പറയുന്ന സർക്കാരിനെ 10 വർഷം പിന്നിടുമ്പോഴും ഇടതുപക്ഷത്തിന്റെ പോലീസ് നയം എന്താണെന്ന് പോലീസിനെ പഠിപ്പിക്കാൻ കഴിയാത്ത ഭരണകൂട ദുർബലതയുടെ കാഴ്ച ആവർത്തിച്ച് നാം കാണുകയാണ്. അതവിടെ നിൽക്കെ ഇപ്പോൾ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് പറയുന്നു, ഇതിനകത്ത് പോലീസുകാർക്കെതിരെ കർക്കശ നടപടിയെടുത്തിട്ടില്ല എങ്കിൽ ഇതുവരെ പോകാത്ത തരത്തിലുള്ള നടപടികളിലേക്ക്, സമരരൂപങ്ങളിലേക്ക് കോൺഗ്രസ് പോകുമെന്ന്. ഇപ്പോൾ പുറത്തുവരുന്ന ഈ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾക്ക് ഇന്നലത്തെ പഴക്കമല്ല ഉള്ളത്, 2 വർഷത്തിലധികം അതിന് പഴക്കമുണ്ട്. ഇടികൊണ്ട് ദുർബലനായ ആ പ്രാദേശിക നേതാവ് പല നേതാക്കളെ കണ്ട് ഇത് ഏറ്റെടുക്കണമെന്നും നീതി വാങ്ങിത്തരണമെന്നും ആവശ്യപ്പെട്ടു. പക്ഷെ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ നേതൃത്വത്തിനോ MLA-മാർക്കോ MP-മാർക്കോ പ്രധാന നേതാക്കൾക്കോ ഒന്നും അതൊരു വലിയ വിഷയമായി തോന്നിയില്ല. അവരാരും അതിനെ ഏറ്റെടുത്തുമില്ല. ഒരു ഘട്ടത്തിൽ പോലീസുകാർക്ക് ഇത് പരിഹരിക്കണമെന്ന് തോന്നിയപ്പോൾ ചില കോൺഗ്രസുകാർ അതിന് ഇടനിലനിൽക്കാൻ സന്നദ്ധരായി എന്ന് ഇപ്പോൾ കേൾക്കുന്നു. 2.5 വർഷം മുൻപ് സ്വന്തം സഹപ്രവർത്തകൻ ഈ വിധം ആക്രമിക്കപ്പെട്ടിട്ട് അത് ഏറ്റെടുക്കാൻ, സമരരൂപമാക്കാൻ, പോലീസുകാരെ സസ്പെൻഡ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കാൻ എന്തുകൊണ്ട് കോൺഗ്രസ് ഒരു സമ്മർദ്ദ ശക്തിയായി മാറിയില്ല? ഒരേ സമയം സ്റ്റേറ്റിനെ, അതിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ, അതിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയനെ ഓഡിറ്റ് ചെയ്യുന്നത് പോലെ തന്നെ പ്രതിപക്ഷത്തിന്റെ ശബ്ദം എന്നാൽ ജനങ്ങളുടെ ശബ്ദമാണ്. ജനങ്ങളുടെ ശബ്ദമാകേണ്ടിയിരുന്ന ഒരു സംവിധാനം, പ്രതിപക്ഷ സംവിധാനം 2.5 വർഷം മൗനമായിരുന്നതിന്റെ, അനങ്ങാപ്പാറ നയം സ്വീകരിച്ചതിന്റെ, അവഗണിച്ചതിന്റെ കണക്ക് കൂടി പറയിപ്പിക്കണ്ടേ നാം? എന്നോടൊപ്പം ഈ ചർച്ചയിലുള്ളത് ശ്രീ അനിൽ അക്കര കോൺഗ്രസിൽ നിന്ന്, അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ ഇടതു സഹയാത്രികൻ, അഡ്വക്കേറ്റ് അസഫ് അലി മുൻ DG ഓഫ് പ്രോസിക്യൂഷൻ, ശ്രീ KM ആന്റണി റിട്ടയർഡ് SP എന്നിവരാണ്. CPIM ഇന്ന് ഈ വിഷയത്തിൽ പ്രതിനിധികളെ അയക്കില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആദ്യം ശ്രീ KM ആന്റണി, നോക്കൂ, ഒരു പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് പോലീസ് സ്റ്റേഷനിലുള്ള ഇടി ഈ സിനിമയിൽ കാണുന്ന കാര്യമല്ല. നന്നായി ഇടിക്കുന്നവരാണ് പോലീസുകാർ. ഈഗോ ഹർട്ട് ചെയ്താൽ കള്ളക്കേസിൽ കൊടുക്കാൻ മടിയില്ലാത്തവരാണ് പോലീസുകാർ. എന്നിട്ട് മർദ്ദിച്ച് കൊല്ലാനും മടിയില്ലാത്തവരാണ് അവർ എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കാലം എത്ര നാം മുന്നോട്ട് പോയിരിക്കുന്നു. ഇപ്പോഴും ഇടിമുറികൾ നിറഞ്ഞതാണോ നമ്മുടെ പോലീസ് സ്റ്റേഷൻ? അത് വ്യക്തമാക്കി തരികയാണോ ഈ ദൃശ്യങ്ങൾ? അദ്ദേഹം കേൾക്കുന്നില്ല, ഞാൻ വരാം. ശ്രീ അനിൽ അക്കര, ഞാൻ ആദ്യം താങ്കളോട് ചോദിക്കട്ടെ, സർക്കാരുമായി ബന്ധപ്പെട്ട മറുപടി തരുന്നതിന് മുൻപ്, ഈ അസാധാരണമായ സമരമുറകളിലേക്കും നീക്കങ്ങളിലേക്കും കോൺഗ്രസ് പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. അതിനെന്താണ് 2.5 വർഷം കാത്തിരുന്നത്? അല്ല നിഷാദ്, പിന്നെ ഇത് ഇന്നത്തെ ഈ വിഷയത്തിൻ്റെ ഗൗരവം മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ചർച്ചയുടെ ഇൻട്രോ ആണ് നിഷാദ് ഇവിടെ സൂചിപ്പിച്ചത്. ഞാൻ താങ്കളുടെ അഭിപ്രായത്തെ പൂർണ്ണമായി മാനിച്ചുകൊണ്ട് ആണ് ഈ വിഷയത്തിൽ സംസാരിക്കുന്നത്. ഇവിടെ എന്ത് തരത്തിലുള്ള ലാപ്സാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത്? 2023 ആഗസ്റ്റ് മാസം 6-ാം തീയതി പുലർച്ചെയാണ് സുയിത്തിനെ അവിടെ പോലീസ് അകാരണമായി കസ്റ്റഡിയിൽ കൊണ്ടുപോകുന്നത്. ആ സമയം മുതൽ ഈ സമയം വരെ ഉത്തരവാദിത്വം പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ള മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരും സുജിത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സുജിത്ത് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ്, ഈ പറയുന്ന നിങ്ങളെക്കാൾ ഉപരിയായി കുട്ടിക്കാലം മുതൽ എനിക്കറിയുന്ന ആളാണ്. ഞാൻ അപ്പൂസ് എന്ന് വിളിക്കുന്ന സുജിത്താണ്. ആ സുജിത്ത് ഇതേവരെ അത്തരത്തിലുള്ള പരാതി, ഈ കേസ് തുടർന്ന നാൾ മുതൽ ഇന്ന് ഈ നിമിഷം വരെ എന്നോട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയും ഉണ്ടായിട്ടില്ല. ചൊവ്വന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും ചൊവ്വന്നൂർ പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പ്രിയമുള്ള ജോണേട്ടൻ മരിക്കുന്നതിന് മുൻപായിട്ടാണ് ഈ കേസുകളൊക്കെ അദ്ദേഹം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്വത്തിൽ ആണ് കേസ് നടത്തിയെന്ന്. ഇത് സാക്ഷി പറയാനായിട്ട് ഇപ്പോൾ ജോണേട്ടൻ മരിച്ചുപോയി. അവിടെ ആ വാർഡിൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് പറഞ്ഞ് നമ്മുടെ കോൺഗ്രസ് പ്രതിനിധി തന്നെ ജയിച്ചു.
അതിനുവേണ്ടി നമ്മൾ ചുമതലപ്പെടുത്തിയത് വർഗീസ് ചുവന്നൂർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ബ്ലോക്ക് യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റാണ്. ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ കുന്നംകുളം ബ്ലോക്ക് സെക്രട്ടറി ആയ സമയത്ത് എൻ്റെ കൂടെ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന വർഗീസ് എന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹമാണ് ഈ കേസ് നടത്തുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റായിരുന്ന നിതീഷിൻ്റെ നേതൃത്വത്തിൽ, KSUവിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പ്രസാദിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ചുമതലപ്പെടുത്തി അതിൻ്റെ മേൽനോട്ടം വഹിച്ചിരുന്ന ആൾ ഞാനാണ്. ഞാൻ തന്നെ നേരിട്ട് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്ന മാർച്ച് ഞാനാണ് ഉദ്ഘാടനം ചെയ്തത്. എൻ്റെ കൂടി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിതീഷും സുജിത്തും നിയമസഭാ മന്ദിരത്തിനകത്ത് ചെന്ന് ഷാഫി പറമ്പലിൻ്റെ സാന്നിധ്യത്തിൽ അവിടെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുക്കാൻ കഴിഞ്ഞില്ല, മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ പരാതി കൊടുക്കുകയുണ്ടായി. യാതൊരു നടപടിയും അതുമായി ബന്ധപ്പെട്ടുണ്ടായില്ല. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് പോയി. തെളിവുകൾ ഞങ്ങൾ ശേഖരിച്ചു. 2 വർഷത്തിനകത്ത് നിരവധിയായ നിയമ പോരാട്ടങ്ങൾ, ഹൈക്കോടതി ഉൾപ്പെടെയുള്ള അഭിഭാഷകരുടെ സഹായത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവരാവകാശ നിയമം ഞങ്ങളുടെ കയ്യിൽ തെളിവുകൾ കിട്ടി. ഇതിനകത്ത് ഞങ്ങൾക്ക് എന്ത് ലാപ്സാണ് ഉണ്ടായിട്ടുള്ളത്? നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങളുടെ പേരിൽ എത്ര കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നു, എത്ര സമരങ്ങൾ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നു. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ വിഷ്വൽസ് ലോകം കണ്ടപ്പോഴാണ്. എതിർ രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്ന CPMലെ ആളുകൾ പോലും ഞങ്ങളോട് സൗഹാർദ്ദപരമായ സമീപനത്തിലേക്ക് വന്നത് ഈ വിഷ്വലുകൾ കണ്ടപ്പോഴാണ്. ഞങ്ങൾ സമരങ്ങൾ നടത്തി, ഞങ്ങൾക്ക് മർദ്ദിച്ചു. എത്ര മർദ്ദനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്? എനിക്ക് തന്നെ നിരവധിയായ മർദ്ദനങ്ങൾ കിട്ടിയിട്ടുണ്ട്. നിരവധിയായ ജില്ലയിലും സംസ്ഥാനത്തും രാഷ്ട്രീയ പ്രവർത്തനം നടത്തി സമരങ്ങൾ നടത്തിയ നിരവധി നേതാക്കന്മാർക്ക് മർദ്ദനങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു പ്രത്യേക സാഹചര്യത്തിൽ ഇത് തെളിവുകൾ ശേഖരിച്ച് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വന്നപ്പോഴാണ് ഞങ്ങളെല്ലാവരും പിന്തുണയ്ക്കുന്നത്. അത് ഞങ്ങളുടെ പാർട്ടി എന്ന് പറയുന്നത്, ഞാൻ നിഷാദിനോട് ചോദിക്കാൻ, നിങ്ങൾ സുജിത്തിനെ വിളിച്ച് സുജിത്തിനൊരു പരാതിയുണ്ടോ എന്ന് ചോദിച്ചിട്ട് വേണ്ടേ ഇത്തരത്തിലുള്ള ഒരു ആർഗ്യുമെൻറ്റ് മുന്നോട്ട് വയ്ക്കാൻ? സ്വാഭാവികമായും ഈ കേസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ പ്രാദേശികമായ രാഷ്ട്രീയ പ്രവർത്തകരാണ്. അവരെ സമീപിക്കും. ആ സമീപിച്ചപ്പോൾ ഇവരാരും സെറ്റിൽ ചെയ്യാം എന്നല്ലോ പറഞ്ഞത്. ഞങ്ങൾ നിയമപരമായി പോവുകയാണ് എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ കോൺഗ്രസുമായി ബന്ധമുള്ള ഒരു നേതാവും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ഇത് സെറ്റിൽമെൻറ്റ് മുൻകൈയിലേക്ക് പോയിട്ടില്ല. പലപ്പോഴും പല ആളുകളും പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്ന് പരിചയമുള്ള പ്രാദേശിക നേതാക്കന്മാരെ സംസാരിക്കാൻ പലരും ചെവി കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ഞങ്ങളാരും സെറ്റിൽമെൻറ്റിന് ഒരു ഘട്ടത്തിലും അവസാന വാക്കെന്ന രീതിയിൽ പറഞ്ഞിട്ടില്ല. ഞാൻ കൃത്യമായി പറയുന്നു, ഈ കേസ് 100% ഫോളോ ചെയ്ത് ചൊവ്വന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്ന പ്രിയമുള്ള ജോണേട്ടൻ, മരിച്ചുപോയ ജോണേട്ടൻ, ആ ജോണേട്ടൻ്റെ നേതൃത്വത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി യോഗം കൂടിയ യോഗത്തിൻ്റെ തീരുമാനമാണ് വർഗീസ് ചൊവ്വന്നൂരിനെ ഈ കേസിൻ്റെ മേൽനോട്ടം വഹിക്കാൻ. യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് ചൊവ്വന്നൂർക്കാരൻ കൂടിയായ നിതീഷ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം ഉൾപ്പെടെ എറണാകുളത്തെ അഭിഭാഷകർ ഉൾപ്പെടെ കാണാൻ പോകുന്നു. അതിൻ്റെ കൂടി അവസാന ഈ സുജിത്തിൻ്റെ വിവാഹം 15-ാം തീയതി നടക്കാൻ പോവുകയാണ്. അപ്പോൾ അത്രയും മനോഹരമായി ഈ കേസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, നിയമപരമായി ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പാർട്ടി ഇടപെടലുണ്ടായിരുന്നു താങ്കൾ ഇപ്പോൾ പറയുന്നത്. ശരി, ഞാനത് വകവെക്കുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിൽ നിയമപരമായ പോരാട്ടം തുടരൂ. എന്തിനാണ് ഇപ്പോൾ രാഷ്ട്രീയ സമരത്തിന്റെ ഒരു നിലയെടുക്കാൻ പോകുന്നത്? എന്തിനാണ് അങ്ങനെ ഒരു അസാധാരണമായ സമരമാർഗത്തിലേക്ക് ഞങ്ങൾ പോകാൻ പോകുന്നു എന്ന് VD സതീശൻ ഇപ്പോൾ പറയുന്ന സാഹചര്യം എന്താണ്? അല്ല, ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ആ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഈ വിഷ്വൽസ് പുറത്തു വരുമ്പോഴാണ് ഇതൊരു ഡെപ്തിലേക്ക് നമ്മൾ പോകുന്നത്. ഇത് പുറത്ത് റോട്ടിലുണ്ടായ, നേരത്തെ പറഞ്ഞ പോലെ എനിക്കുൾപ്പെടെയുള്ള ആളുകൾക്ക് കിട്ടിയ മർദ്ദനം പോലെയല്ല. ഇതൊരു പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് നടന്ന ഒരു ക്രിമിനൽ ഒഫൻസ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ നടത്തുകയാണ്. സമാനമായ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. 2008 ഞാൻ അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് ഒരു ആളെ പേരാമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചുകൊണ്ടുപോയ സാഹചര്യത്തിൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായ ആളവിടെ ചെല്ലുമ്പോൾ ആ പിടിച്ചുകൊണ്ടുപോയ ആൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത സമയത്ത് പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ എൻ്റെ പേരിൽ അർജൻ എക്സോസിറ്റി ആക്ട് ഇട്ടുകൊണ്ടും മദ്യപിച്ച് പോലീസ് സ്റ്റേഷനിൽ കയറി പ്രതിയെ മോചിപ്പിച്ചുകൊണ്ടു എന്ന കേസിട്ട് അതേ അനുഭവിക്കേണ്ട. ആ കേസ് ഇപ്പോഴും ഇതേ കുന്നംകുളം കോടതിയിൽ നിൽക്കുകയാണ്. ഞാൻ അതിലേക്കല്ല പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കള്ളക്കേസുകൾ എടുക്കുന്നതൊക്കെ സാധാരണ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ പോലീസ് എടുക്കാറുണ്ട്. പക്ഷെ ഈ കള്ളക്കേസ് എടുക്കുകയും അതിൻ്റെ വിഷ്വൽസ് പുറത്തു വരികയും ചെയ്യുമ്പോൾ ഇതിനകത്ത് 3 ACP-മാർ ഈ വിഷ്വൽസ് കണ്ടിട്ടുണ്ട്. അന്നത്തെ കുന്നംകുളം ACP ആയ സിനോജ് എന്ന് പറയുന്ന ACP ഈ വിഷ്വൽ കണ്ടിട്ടുണ്ട്. ഈ കേസ് അന്വേഷിച്ച സേതു എന്ന് പറയുന്ന ACP ഈ വിഷ്വൽ കണ്ടിട്ടുണ്ട്. തൃശ്ശൂർ ACP സജീവൻ ഈ വിഷ്വൽ കണ്ടിട്ടുണ്ട്. സ്വാഭാവികമായും അന്നത്തെ SP ആയിരുന്ന, ഇതിന് തൊട്ടു മുമ്പുണ്ടായിരുന്ന, നമുക്കറിയാലോ, വിവാദ പുരുഷനായി മാറിയ തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ACP ഈ വിഷ്വൽ കണ്ടിട്ടുണ്ട്. ഈ 4 ഉദ്യോഗസ്ഥന്മാർ കണ്ട വിഷ്വലിന്റെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ ക്രൈം എടുക്കേണ്ടതായിരുന്നു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റും പറയാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ ഒഫൻസ് വധിക്കാൻ ഉൾപ്പെടെ കാരണമാകുന്ന രീതിയിലുള്ള വധശ്രമത്തിന് ഉൾപ്പെടെ കേസെടുക്കേണ്ട ഒരു കേസ് പൊതുസമൂഹം
കേരളത്തിൻ്റെ പൊതുസമൂഹം കണ്ടു കഴിഞ്ഞിട്ട് 24 മണിക്കൂർ കഴിഞ്ഞു. ആ 24 മണിക്കൂർ കഴിഞ്ഞെങ്കിൽ കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ നിലവിലുള്ള കേസിനകത്ത് ഈ വകുപ്പുകൾ കൂടി ചേർക്കാൻ ഈ നിയമം കൈയാളുന്ന നിയമസംരക്ഷകരായ സാധാരണക്കാരൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ അവകാശമുള്ള പോലീസ് എന്തുകൊണ്ട് 24 മണിക്കൂറായിട്ട് പ്രോസിക്യൂഷൻ എന്തുകൊണ്ട് ഈ വകുപ്പുകൾ ചേർത്ത് കുന്നംകുളം കോടതിയിൽ കൊടുത്തില്ല? ആ കൊടുക്കാത്തതിൻ്റെ കാരണം ഇതിന് രാഷ്ട്രീയമായ പിൻബലമാണ്. ആ പിൻബലം എന്ന് പറയുന്നത് കുന്നംകുളത്തെ MLA AC മൊയ്തീനാണ്. ആ AC മൊയ്തീനുമായി ബന്ധപ്പെട്ട നിരവധിയായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളാണ് സുജിത്തും നിതീഷും വർഗീസ് ചുവന്നൂരും പ്രസാദ് ഉൾപ്പെടെയുള്ള ആളുകൾ. ആ ഒറ്റക്കാരനെ കൊണ്ട് ആ യജമാനന്റെ ബലത്തിലാണ്, CPM എന്ന് പറയുന്ന തൃശ്ശൂർ ജില്ലയിലെ കൊള്ള സംഘത്തിന്റെ ബലത്തിലാണ് ഈ പോലീസ് ഇപ്പോഴും 24 മണിക്കൂർ കഴിഞ്ഞിട്ട് പോലും വധശ്രമത്തിന് ഉൾപ്പെടെയുള്ള കേസുകൾ എടുക്കേണ്ട ക്രിമിനൽ ഒഫൻസ് കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ അത് ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള റെക്കമെൻഡേഷൻ കൊടുക്കാതിരിക്കുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ അസാധാരണമായ സമരമല്ല ചെയ്യുന്നത്. ഞങ്ങളുടെ ചോര കൊടുത്തും ഞങ്ങളുടെ ജീവൻ കൊടുത്തും ശുചിത്വത്തിന് നീതി കിട്ടാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ അത് കുന്നംകുളത്തെ സാധാരണ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ മുതൽ KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും വേണ്ടി വന്നാൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം കൂടി ഇടപെടുന്ന സാഹചര്യത്തിലേക്ക് പോകും. ഇതിനെ ഞങ്ങൾ സാധാരണമായ ഒരു വിഷയമായി കാണാനേ ആഗ്രഹിക്കുന്നില്ല. ശരി, സാധാരണ പ്രശ്നമായി കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ. നോക്കൂ, ഇത് ഈ സർക്കാരിന് കീഴിലുള്ള പോലീസ് സംവിധാനം നിരന്തരമായി ഇത്തരം അപഖ്യാതികളിൽ ചെന്ന് കുടുങ്ങുന്നത് നാം കാണുന്നു. എന്നാൽ പോലീസുകാർ പലപ്പോഴായി സംരക്ഷിക്കപ്പെടുന്നു. ശരിയാണ്, നടപടിയെടുക്കപ്പെട്ട കേസുകളുണ്ട്, പിരിച്ചുവിട്ട കേസുകൾ പോലും ഉണ്ടായിട്ടുണ്ട്. മാങ്ങാ മോഷണ കേസിലെ പ്രതിയൊക്കെ പിരിച്ചുവിട്ടല്ലോ. എന്നാൽ RSSനെ കാണുന്ന ഉദ്യോഗസ്ഥർ സംരക്ഷിക്കപ്പെടുന്നുണ്ട്, വേറെ കാര്യം. ഇത് നിരന്തരമായി പക്ഷേ കൂടുതലും മുഖ്യമന്ത്രി സംസാരിക്കുന്നത് പോലീസിൻ്റെ മനോവീര്യത്തെക്കുറിച്ചാണ്. പോലീസിനെ കുറിച്ച് ആരെങ്കിലും ആക്ഷേപം ഉന്നയിച്ചാൽ ആക്ഷേപം ഉന്നയിക്കുന്ന ആൾ മലപ്പുറത്തെ കള്ളക്കടത്ത് സംഘത്തിൻ്റെ ആളുകൾ എന്ന ആക്ഷേപിക്കലൊക്കെയാണ്. എപ്പോഴും പോലീസിന് ഒരു വെയിറ്റേജ് കൊടുക്കുന്ന ഒരു സംരക്ഷണത്തിൻ്റെ ഒരു സാധ്യത ബാക്കിയിട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രിയൊക്കെ സംസാരിച്ച് കാണുന്നത്. എന്ന് വെച്ചാൽ ഈ വക കുഴപ്പം പിടിച്ച ഒരു സംഘത്തെ തീറ്റിപ്പോറ്റുകയാണ് ഈ സർക്കാർ. അതിനെ നന്നാക്കുക എന്ന് പറയുന്നത് സർക്കാരിനെ കൊണ്ട് നടക്കുന്ന കാര്യവുമല്ല. അതിനൊരു പണിയെടുക്കുന്നില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഈ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ അത് പിഴച്ചു പോകുന്നെങ്കിൽ നന്നാക്കാനോ അത് ഓഡിറ്റ് ചെയ്യാനോ ഒരു പാർട്ടി സംവിധാനവും ഇല്ല. ആകെ പോലീസാണ് ഭരിക്കുന്നത് എന്നതാണോ മട്ട്, ശ്രീ ബൽദേവ്? ആ ഒരു കാഴ്ചപ്പാട് ശരിയല്ല. കാരണം ഇവിടെ കേരളത്തിൽ ഇപ്പോഴത്തെ സാങ്ഷൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 63,618 കേരളത്തിലെ സാധാ പോലീസ് ഉദ്യോഗസ്ഥരെന്ന് പറയുന്നത്. അത് താഴെ മുതലൊക്കെ DGP ഉള്ള എണ്ണമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവരെല്ലാവരും അഴിമതിക്കാരാണെന്ന് പറയുന്നതുകൊണ്ട് നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. ഇത് ചില സ്റ്റേഷനുകളിൽ ഇങ്ങനെ ചില അഴിമതിക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴും മൂന്നാമത് ഉപയോഗിക്കുന്ന ചില പോലീസുകാരുണ്ട്. ഈ പോലീസുകാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് താല്പര്യക്കാർ തന്നെയാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങളാരും അതിനെതിരില്ല. കാരണം പോലീസ് ആക്ട് സെക്ഷൻ 29(2) KP ആക്ടിൽ തന്നെ പറയുന്നത് പോലീസ് ഫോഴ്സ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഫോഴ്സ് ഓർ ത്രെറ്റ്സ് ഓഫ് ഫോഴ്സ് ആർ ഓൺലി പെർമിസിബിൾ വെൻ നെസസറി ടു ക്യാരി ഔട്ട് എ ലാഫുൾ പർപ്പസ് ആൻഡ് നോട്ട് ഫോർ എനി അതർ റീസൺ. അപ്പോൾ നിയമപരമായ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമേ പോലീസ് ഫോഴ്സോ ഭീഷണിയോ ഉപയോഗിക്കാവുന്നതാണ് അവർ പറയുന്നത്. അങ്ങനെ അതിന് വിരുദ്ധമായിട്ട് പെരുമാറിയാൽ ആ പോലീസുകാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ പോലീസ് ആക്ടിൽ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് തന്നെ അതിനകത്ത് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അതിന് ഗവൺമെൻറ് തന്നെ ഇടപെടണമെന്നില്ല. അപ്പോൾ ഇവിടെ പോലീസിൻ്റെ ഭാഗത്തും നിരുത്തരവാദമായിട്ടുള്ള പ്രവൃത്തി ഉണ്ടായിട്ടുണ്ട്. ആ ചെറുപ്പക്കാരനെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട്. അത് തെറ്റാണ്, ശക്തമായ നടപടി ഉണ്ടാകണം. പക്ഷേ ഇപ്പോൾ ഈ സംഭവം നടന്നിട്ട് 2 വർഷം കഴിയുന്നു. ശരിയാണ്, ഇപ്പോൾ വിഷ്വൽസ് പുറത്തു വന്നപ്പോഴാണ് ഈ കാര്യങ്ങൾ നമ്മളെല്ലാവരും അറിയുന്നത്. കേരളത്തിലെ എല്ലാ ജനങ്ങളും, ഞാൻ മാത്രമല്ല, ഇടതുപക്ഷക്കാർ മാത്രമല്ല, കോൺഗ്രസ്സുകാർ, കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ ഈ വിഷ്വൽസ് കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. കാര്യം ഒരു ക്രൂരമായിട്ട് ഒരു ചെറുപ്പക്കാരനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി വളരെ അതിക്രൂരമായിട്ട്, ഒരു കാര്യവുമില്ല, അകാരണമായിട്ടാണ് മർദ്ദിക്കുന്നത്. ഒരു തെറ്റ് ചെയ്തിട്ടാണ് അയാൾ മർദ്ദിക്കുന്നതെങ്കിൽ ആ തെറ്റ് ചെയ്തതിൻ്റെ പേരിലാണെന്ന് പറയാം. അങ്ങനെ ഒരു തെറ്റ് ചെയ്തതായിട്ടൊന്നും പറയുന്നില്ല. അയാൾ എന്തോ ചോദ്യം ചെയ്തു. പോലീസുകാർ നേരത്തെ അവതാരത്തിൽ തന്നെ പറഞ്ഞതുപോലെ അവരുടെ ഈഗോ ക്ലാഷ് ഉണ്ടായി, അവർ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുന്നു. പക്ഷേ ഇത്രയും നാളായിട്ട് ഞാനതിനകത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ ഒന്നും തെറ്റു പറയുകയല്ല. ശക്തമായ സമരമുറകൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നത് ഞങ്ങൾ ശക്തമായ സമരമുറകളുമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ ഒരുപക്ഷെ ഈ CCTVകൾ വർക്ക് ചെയ്യുന്നില്ല, VD സതീശൻ എങ്ങനെ വിഷ്വൽസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ചെറുപ്പക്കാരന് നീതി ലഭിക്കുമായിരുന്നു. അപ്പോൾ ശക്തമായ സമരമാർഗ്ഗങ്ങളുമായിട്ട് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് കോൺഗ്രസ് പുറത്തേക്ക് വരുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു, KPCC പ്രസിഡന്റ് പറയുന്നു, ഇപ്പോൾ ബഹുമാനപ്പെട്ട അനിൽ അക്കരെ പറയുന്നു. അദ്ദേഹം ആ സ്ഥലത്തുകാരൻ കൂടിയാണ്. അപ്പോൾ ഈ ഇത്രയും കൂടുതലായിട്ട് അത് മാത്രമല്ല, ഹോസ്പിറ്റൽ റിപ്പോർട്ടുണ്ട്. ഈ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഇദ്ദേഹത്തിനെ അവിടുന്ന് മറ്റ് ഹോസ്പിറ്റലിലേക്ക് എനിക്ക് മെഡിക്കൽ കോളേജാണ് തോന്നുന്നു റെഫർ ചെയ്തു. അത്രയും ക്രൂരമായി മർദ്ദിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ ഈ 2 വർഷമായിട്ട് ഈ വിഷ്വൽസ് വന്നില്ലായിരുന്നെങ്കിൽ കോൺഗ്രസിൻ്റെ നിലപാട് എന്തായിരുന്നു? എന്തുകൊണ്ട് നിങ്ങൾ ശക്തമായ ഒരു സമരമുറകളുമായിട്ട് മുന്നോട്ട് പോയില്ല? ഇത് പോകാത്തൊരു തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല.
ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ, വിശേഷിച്ച് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ശക്തമായ സമരപരകൾ നിങ്ങൾ നേരത്തെ തന്നെ സ്വീകരിക്കണമായിരുന്നു. ഈ വിഷ്വൽസ് കണ്ടിട്ട് വേണോ നിങ്ങൾ സമരം ചെയ്യാൻ? ഇതിനെയൊന്നും ഞാനതിനെ ന്യായീകരിക്കല്ല. പോലീസുകാരുടെ ഒരു സംഭവങ്ങളെ, ഇങ്ങനെയുള്ള അട്രോസിറ്റികളെ ഒന്നും ഞാൻ ന്യായീകരിക്കല്ല. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ചില ഹൈക്കോടതിയുടെ ചില വിധികളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഞാൻ അതിലേക്ക് വരാം. അല്ല സോറി, ഇതിനകത്ത് സമരം ചെയ്ത കാര്യം ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. സർക്കാരിന്റെ കാര്യത്തിൽ നമ്മള് പണ്ടത്തെ കാലത്തും പോലീസ് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും പോലീസ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാം. പക്ഷെ ഓരോ വർഷം കഴിയുന്തോറും, ഓരോ ദിവസം കൂടുന്തോറും നാം മുന്നോട്ട് സഞ്ചരിക്കുകയല്ലേ ചെയ്യുക. നമ്മുടെ എല്ലാ സംവിധാനങ്ങളും കൂടുതൽ ആധുനികവൽക്കരിക്കുകയും കൂടുതൽ മനുഷ്യത്വരൂപിയായി മാറുകയുമാണല്ലോ വേണ്ടത്. പോലീസ് പണ്ടേ ഇങ്ങനെയാണ് എന്ന് വെച്ച് നമുക്ക് അനാദികാലത്തോളം പോലീസിനെ ഇങ്ങനെ വിടാൻ കഴിയുമോ? ഇല്ല. 10 വർഷമായി ഒരു പോലീസ് സംവിധാനത്തിന് സംസ്കാരമാറ്റം ഉണ്ടാക്കാൻ നിയോഗിക്കപ്പെട്ടവർക്ക് ആ പണി പറ്റില്ല എന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരില്ല. കാരണം എന്താണ്? പോലീസുമായി ബന്ധപ്പെട്ട നിരന്തരമായ പരാതി അകത്തും പുറത്തും CPM-ൽ പോലും LDF-ൽ പോലും ഉണ്ട്. അകത്തുമുള്ള പരാതിയാണ്. വാല്യൂ ചെയ്യുന്നില്ല പൊതുപ്രവർത്തകരെ. അല്ലെങ്കിൽ ഇത് നോക്കൊരു പൊതുപ്രവർത്തകനാണ്, അയാളൊരു കാര്യത്തിൽ ഇടപെടാൻ വന്നിരിക്കുകയാണ്. പൊതുപ്രവർത്തകനെ പിടിച്ചിടിക്കാം എന്ന കോൺഫിഡൻസ് എങ്ങനെ ഈ പോലീസിനുണ്ടാവുന്നു? എന്നിട്ടത് 2.5 വർഷം ഈ വിഷ്വൽസ് കൊടുക്കാതെ ഓടിക്കാം, അത് സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കാം. ആ കോൺഫിഡൻസ് ഉണ്ടാവുന്ന എവിടുന്നാണ്? മോളിൽ നിന്ന് നമ്മളെ ഓഡിറ്റ് ചെയ്യുന്നില്ല എന്നൊരു ഓവർ കോൺഫിഡൻസ് അല്ലേ അത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഉണ്ടായിരിക്കുന്ന പോലീസുകാരിൽ ഇപ്പം നമുക്കറിയാം, ഒരുപക്ഷെ അനിലക്കരയ്ക്കും അറിയായിരിക്കും, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കും, പോലീസിന്റെ പഴയ രീതിയിൽ ഒരുപാട് മാറ്റമുണ്ട്. ഇപ്പോൾ പോലീസ് സ്റ്റേഷന്റെ രീതികളും, ഇതിനൊറ്റപ്പെട്ട ചില പോലീസുകാർ ഇങ്ങനെ ക്രൂരത കാണിക്കുന്നവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എല്ലാ പോലീസുകാരും നമ്മൾ ആംഗിളിൽ കണ്ട കാര്യം, ഞാനും ഒരു പൊതുപ്രവർത്തകരാണ്. പണ്ട് പോലീസുകാർ നമുക്കറിയാം, പോലീസ് സ്റ്റേഷൻ ചെന്നാൽ ആദ്യം മുതൽ എല്ലാവർക്കും കൈക്കൂലി കൊടുക്കണമായിരുന്നു. ആ സംവിധാനങ്ങൾക്കൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ കയറുന്നത് സാധാ CPI ആയിട്ട് കയറുന്നൊരു പോലെ നല്ല വിദ്യാഭ്യാസമുള്ള MA-കാരും MSc-കാരും കയറുന്നു. അവർക്ക് അതിൻ്റെതായിട്ടുള്ള മാറ്റമുണ്ട്. എന്നാൽ അതിനകത്ത് ഇത്തരത്തിലുള്ള കൊള്ളരാത്തവന്മാരുണ്ട്. നമ്മുടെ വെള്ള വസ്ത്രത്തിൽ പറ്റിയവരെ അഴുക്ക് പോലെയാണ്, അതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. ഇവരെയൊക്കെ എന്നേ സർവീസിൽ നിന്ന് കേസെടുത്താൽ പോരാ, യവന്മാരെ ടെർമിനേറ്റ് ചെയ്യണം. നോൺ ബെയിലുള്ള പോലീസിനകത്ത് നല്ല ആളുകളുണ്ട് എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. നല്ല ആളുകളുമുണ്ട്, പോലീസിൽ നല്ല ആളുകളുമുണ്ട് എന്ന് താങ്കളുടെ ഭാഗത്തോട് എനിക്ക് വിയോജിപ്പില്ല. പക്ഷെ നോക്കൂ, ഈ ഇദ്ദേഹം ആക്രമിക്കപ്പെട്ട സമയത്ത് ഇങ്ങനെ ഒരു ഗുരുതരമായ ആക്രമണം നടന്നിരിക്കുന്നു എന്ന് പരാതി മേൽത്തട്ടിൽ പോയല്ലോ, കമ്മീഷണറുടെ മുമ്പിൽ വരുന്നുണ്ടല്ലോ. ഈസിയാണല്ലോ കമ്മീഷണർക്ക് ഈ CCTV ഫുട്ടേജ് പരിശോധിക്കാമല്ലോ. കുഴപ്പക്കാരുണ്ടെങ്കിൽ പ്രോപ്പർ ആക്ഷൻ വേഗത്തിലെടുക്കാമല്ലോ, പിരിച്ചുവിടാമല്ലോ വേണമെങ്കിൽ. അത് ചെയ്യാത്ത സംവിധാനം ഒന്നാകെ ഈ പറയുന്ന ക്രിമിനലുകളുടെ കൂടെ നിൽക്കുന്നതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പോലീസിൽ ആകെ നല്ലവർ, അതിൽ ചില ചുരുക്കം മോശക്കാരെന്നല്ലേ. ഇതിൽ 4 പ്രതികളല്ല കേട്ടോ. പോലീസിന്റെ സിസ്റ്റം മുഴുവൻ കുഴപ്പത്തിലാണ്. പോലീസിന്റെ സിസ്റ്റം മുഴുവൻ ഈ പറഞ്ഞ ക്രിമിനൽ ഗൂണ്ടകളുടെ കൂടെ നിന്നു. കാണണം, നമ്മളതിനെ 4-ൽ ചുരുക്കി. ഞാൻ പറഞ്ഞല്ലോ, KP ആക്ടിനകത്ത് തന്നെ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ശരിയാണ്, ഈ മേലുദ്യോഗസ്ഥന്മാർക്ക് ശക്തമായി ഇത് കിട്ടിയപ്പോൾ ശക്തമായ നടപടിയെടുക്കുക, അതിന് മേളിൽ നിന്നുള്ള ഒരധികാരവും വേണ്ട, അവർക്ക് അതിനുള്ള അധികാരമുണ്ട്. മുകളിൽ ഉദ്യോഗസ്ഥർക്ക് KP ആക്ടിൽ തന്നെ പറയുന്നുണ്ട്, ഇവർക്ക് താഴെയുള്ള ഉദ്യോഗസ്ഥരെ അനാവശ്യം കാണിച്ചാൽ നടപടിയെടുക്കാം. അവരെടുത്തിട്ടില്ല, അതും തെറ്റാണ്. അതും എല്ലാം അന്വേഷിക്കപ്പെട്ട ടേംസ് ഓഫ് റെഫറൻസിൽ അതെല്ലാം വരണം. എന്തുകൊണ്ട് മേലുദ്യോഗസ്ഥന്മാർ നടപടിയെടുത്തില്ല? അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞു വന്നത്, ഇത് മൊത്തത്തിൽ ഇടതുപക്ഷ മുന്നണിയുടെ സംസ്ഥാന നേതൃത്വമോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പോ അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയുള്ള എല്ലാ അഴിമതികളും നടക്കുന്ന, അല്ലെങ്കിൽ പോലീസുകാർ ക്രൂരത കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനോട് നമുക്ക് യോജിപ്പില്ല എന്ന് മാത്രമാണ് പറഞ്ഞത്. അല്ല, ഇതിനൊക്കെ നടപടിയെടുക്കേണ്ട, ഈ ചെറുപ്പക്കാരനോട് കാണിച്ചത് ക്രൂരതയാണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. ശക്തമായ നടപടി ഉണ്ടാകണം. ഇവർ 4 പേരെ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യണം. ടെർമിനേറ്റ് ചെയ്താൽ മാത്രം പോരാ, ക്രിമിനൽ കേസ് എടുത്തവന്മാർ ജയിലിലാക്കണം, പരമാവധി ശിക്ഷ കൊടുക്കണം. അതിനോടൊപ്പം തന്നെ ഈ ചെറുപ്പക്കാരന് നിയമപരമായി നഷ്ടപരിഹാരം എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ആ ചെറുപ്പക്കാരൻ ഈ വിഷ്വൽസ് മാത്രം മതി. ഈ വിഷ്വൽസ് വെച്ച് നഷ്ടപരിഹാരം ചോദിച്ചാൽ ഈ 4 പേരും വേണ്ടി വന്നാൽ ഗവൺമെൻറ് തന്നെ നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥരാകും. നമുക്കറിയാം, ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞ കാര്യമുണ്ട്, സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇങ്ങനെ പോലീസുകാരോ ഉദ്യോഗസ്ഥരോ തെറ്റ് കാണിച്ചാൽ ഗവൺമെൻറ് വരെ ലയബിളാണ് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നാൽ. അതിനൊക്കെ ഗവൺമെൻറ് ബാധ്യസ്ഥരാണ്. ഇത് തെറ്റ് തന്നെയാണ്. പക്ഷേ അത് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റും ആഭ്യന്തര വകുപ്പും അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റും. ഈ സംഭവം തന്നെ ഞാനും LDF-ലെ സംസ്ഥാന ഒരു പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി, ഈ സംഭവം ഞാനും അറിയുന്നത് ഈ 2 ദിവസമായിട്ട് വിഷ്വൽ വന്നതിന് ശേഷമാണ്. ഇത്രയും ഒരു സംഭവം ഉണ്ടായപ്പോൾ തിരിച്ചായിരുന്നെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ശക്തമായ പ്രക്ഷോഭം ഉണ്ടായാൽ കേരളത്തിൽ ജനം മൊത്തം ഈ സംഭവം അറിഞ്ഞാനെ. ഈ സംഭവം കേരളത്തിലെ ജനങ്ങൾ അറിയുന്നത് ഇപ്പോൾ 2 ദിവസമാണ്. നിങ്ങൾ ചാനലുകാർ തന്നെ ഈ സംഭവത്തെക്കുറിച്ച് ചർച്ചയ്ക്കെടുക്കുന്നപ്പോഴേ, ഇന്നലെ ഞാൻ മറ്റു ചാനൽ പങ്കെടുത്തു. അപ്പോൾ അവിടെ എല്ലാവരും ചർച്ചയ്ക്കെടുക്കുന്നപ്പോൾ ഇപ്പോഴാണ്. അപ്പോൾ ഈ സംഭവത്തെ ഇതിനെ ഹൈലൈറ്റ് ചെയ്യാനോ കേരളത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് ഇതിൻ്റെ ഒരു ശക്തമായ പ്രക്ഷോഭമാക്കാനോ ഒന്നും കോൺഗ്രസ് നേതൃത്വത്തിൽ നാളിതുവരെ കഴിഞ്ഞിട്ടില്ല. എന്തിന് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക്, മീഡിയയുടെ ശ്രദ്ധയ്ക്ക്, പത്രങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഈ സംഭവങ്ങൾ വന്നിട്ടുണ്ടോ?
നിങ്ങൾ പോലും ഇത് ആക്റ്റീവായിട്ട് എടുത്തത് ഈ വിഷ്വൽസ്. ആ പയ്യൻ നിരവധി സമരം ചെയ്തു, കോടതി ഉത്തരവ് വന്നു, അതുപോലെ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് വന്നു, വിഷ്വൽസ് പുറത്തു വിട്ടു. ആ വിഷ്വൽസ് ഇപ്പോഴും വന്നില്ലായിരുന്നുവെങ്കിൽ ഇത് ഒരിക്കലും തെളിയിക്കപ്പെടാതെ പോകുന്ന നിരവധി കേസുകളുടെ കൂട്ടത്തിൽ ഇത് പോകുമായിരുന്നു. ആ പയ്യന് നീതി ലഭിക്കുന്നില്ല. ഇപ്പോൾ നീതി ലഭിക്കുന്നതിൽ ഒരു പരിധിവരെ ആശ്വാസമുണ്ട്. ഈ പോലീസുകാർ ശിക്ഷിക്കപ്പെടുന്നുള്ള കാര്യം തർക്കമില്ല. ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരോട് സംസാരിച്ചപ്പോൾ തീർച്ചയായിട്ടും നടപടി ഉണ്ടാകും എന്ന് ഉറപ്പു പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ തന്നെ തീരുമാനമായിട്ടുണ്ട്. ശക്തമായ നടപടി ഈ 4 പോലീസുകാർക്കെതിരെ ഉണ്ടാവും. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ശരി, ഞാൻ വരാം. അഡ്വക്കേറ്റ് അസഫ് അലി, ഇതിനകത്ത് നാം ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ എന്താണ് മനസ്സിലാലോചിക്കുക? ഇത് എന്തൊരു ക്രിമിനൽ സംഘമാണ്, ഗൂണ്ടാ സംഘമാണ്. ഇവർക്കെതിരെ നമുക്ക് എത്ര നടപടി എടുക്കാൻ പറ്റും പരമാവധിയിൽ? ഇവർ ഈ ഫോഴ്സിൽ ഇനി തുടരാൻ അർഹരാണോ എന്നീ ചോദ്യങ്ങളാണ് സാധാരണ ജനത്തിൻ്റെ മുമ്പിൽ ഉണ്ടാവുക. അതേസമയം സാങ്കേതികതയുടെ, നിയമങ്ങളുടെ, ചട്ടങ്ങളുടെ പലതരത്തിലുള്ള സങ്കീർണതകൾ പോലീസിനകത്തും കാണും. ഇതിനകത്തൊരു മാക്സിമം നടപടിയുടെ സാധ്യത എന്താണ്? ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇനി? ഈ 2011 ശേഷം പോലീസ് നിയമത്തിലുണ്ടായ സമഗ്രമായ മാറ്റം സത്യത്തിൽ കേരളത്തിൽ അത് പ്രതിഫലിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. 2011 പോലീസ് ആക്ടിൻ്റെ കാരണം എന്താണ്? 1977 കേന്ദ്രത്തിൽ വന്ന ജനതാ ഗവൺമെൻറ് അടിയന്തരാവസ്ഥ കാലത്തെ അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ഒരു പോലീസ് കമ്മീഷനെ വെച്ചു. ആ കമ്മീഷൻ 1ാം റിപ്പോർട്ടും 2ാം റിപ്പോർട്ടും കൊടുത്തിട്ടും കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിയില്ല. പിന്നീട് പത്മനാഭയ്യ കമ്മീഷൻ വന്നു, അതും നടപ്പിലാക്കിയില്ല. അങ്ങനെ റിട്ടയർ ചെയ്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സുപ്രീം കോടതിയിൽ ഒരു പൊതുതാൽപര്യ ഹർജി കൊടുത്തു, പ്രകാശ് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ആ കേസിൽ സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻ അനുസരിച്ചാണ് രാജ്യമെമ്പാടും പുതിയ പോലീസ് നിയമം വന്നത്. പഴയ ബ്രിട്ടീഷുകാരൻ ഉണ്ടാക്കിയ 1861 ഇന്ത്യൻ പോലീസ് ആക്ടിന് സമാനമായ സ്റ്റേറ്റ് പോലീസ് നിയമങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പുതിയ പോലീസ് നിയമത്തിൽ ധാരാളം പല്ലും നഖവും മനുഷ്യൻ്റെ രക്ഷയ്ക്ക്, വ്യക്തിസ്വാതന്ത്ര്യത്തിന്, ജീവന് പരിരക്ഷ നൽകിയ ഒരു നിയമമാണ്. ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് അത് ഉണ്ടാക്കിയെങ്കിൽ പോലും ആ സുപ്രീം കോടതി വിധിക്ക് ധാരാളം വെള്ളം ചേർത്തിരുന്നു. പക്ഷെ കഴിഞ്ഞ 9 വർഷം നമ്മൾ കാണുന്നത് എന്താണ്? 9 വർഷക്കാലത്ത് ഇടതുപക്ഷ ഭരണകാലത്ത് 17 കസ്റ്റോഡിയൽ മരണം നടന്നു എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ കൊടുത്തൊരു മറുപടി. 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 11, 2ാം സർക്കാരിൻ്റെ കാലത്ത് 6 കസ്റ്റോഡിയൽ ഡെത്ത് നടന്നു. നമുക്ക് ഓർമ്മയില്ലേ നെടുങ്കണ്ടത്തെ രാജ്കുമാർ? 4 ദിവസമാണ് മർദ്ദിച്ച് കൊന്നത്. വരാപ്പുഴയിലെ ശ്രീജിത്ത്, അയാളെയൊക്കെ എത്ര ഭീകരമായിട്ടാണ് പോലീസ് തല്ലിയത്. ആ പോലീസുകാരെ എല്ലാം ആരെയും പിരിച്ചുവിട്ടില്ല. അവരെ എല്ലാം 22 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. അതിൽ 13 പേരെ തിരിച്ചെടുത്തു. ഈ കേസിൽ എന്താണ് സംഭവം? ഈ കേസിൽ നടന്ന സംഭവത്തിന്, അതായത് കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കെ തൻ്റെ കർത്തവ്യ നിർവഹണത്തിൻ്റെ ഭാഗമായി കസ്റ്റഡിയിലെടുത്ത് ഒരാളെ ശാരീരികമായി, മാനസികമായി, മനുഷ്യത്വരഹിതമായി, വ്യക്തിപരമായി ആക്രമണത്തിന് വിധേയമാക്കിയാൽ അത് തന്നെ ഒരു ഒഫൻസാണ്. 113C കേരള പോലീസ് ആക്ട്. കേരള പോലീസിനെ എന്തായിരിക്കണം എന്താണ് പറഞ്ഞിരിക്കുന്നത് അറിയോ? ഈ പോലീസ് ആക്ട് പറഞ്ഞിരിക്കുന്നത് ഡ്യൂട്ടിയിലുള്ള എല്ലാ പോലീസുകാരും, ഉദ്യോഗസ്ഥന്മാർ പൊതുജനങ്ങളോടുള്ള ഇടപെടലുകളിൽ മര്യാദയും ഔചിത്യവും അവസരോചിതമായ സഹാനുഭൂതിയും പ്രകടിപ്പിക്കണം, സൗമ്യവും മാന്യവുമായ ഭാഷ ഉപയോഗിക്കണം എന്നൊക്കെ എഴുതി വെച്ച നിയമമാണ്. ഈ സംഭവത്തെക്കുറിച്ച് ഒരു ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി നടത്തി. എന്താ റിപ്പോർട്ട്? ACPയുടെ റിപ്പോർട്ടിൽ പറയുന്നു മർദ്ദനം നടന്നിട്ടുണ്ട്, മൃഗീയമായി മർദ്ദനം നടന്നു എന്നാണ് ACPയുടെ റിപ്പോർട്ട്. ACPയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി ഈ വിഷ്വൽസ് കണ്ടിരിക്കണം. DIG ഹരിശങ്കറിന്റെ റിപ്പോർട്ട് അത് തന്നെയാണ്, മർദ്ദനം നടന്നു എന്നാണ്. അപ്പൊ ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടും 3 പോലീസുകാർക്ക് ഇൻക്രിമെന്റ് കട്ടാണ് കൊടുത്തത്, പരമാവധി ശിക്ഷ. ഒരു പോലീസുകാരൻ നിരപരാധിയാണെന്നാണ് ഡിപ്പാർട്ട്മെന്റ് എൻക്വയറി റിസൾട്ട്. അപ്പൊ ഈ ആക്രമണം നടത്തുന്ന, കൊലപാതകം നടത്തുന്ന ഭീകരന്മാരായി പോലീസുകാർ പ്രവർത്തിക്കുന്ന പോലീസുകാർക്ക് പരിരക്ഷ നൽകുന്നത് ആരാണ്? ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരുമാണ്. നമുക്ക് ഓർമ്മയില്ലേ, നവ കേരള സദസ്സിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിണറായി വിജയനെ പ്രതിഷേധിച്ചതിന്റെ പേരിൽ പേപ്പട്ടിയെ തല്ലുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റിക്കാരൻ തല്ലി. അവരുടെ പേരിൽ നടപടിയെടുത്തോ? അവർക്ക് പ്രേരണ നൽകിയത് ആരാണ്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അത് എന്താണ് പറഞ്ഞത്? ജീവൻ രക്ഷാപ്രവർത്തനമാണ് നടത്തിയത്. കേരളത്തിലെ ജനങ്ങളെ കാർക്കിച്ച് തുപ്പുകയാണ്.
സംസ്കാരമുള്ള കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അത് മനുഷ്യത്വ, അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് നടത്തിയത്. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? ഒരു രാജനെ അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടു എന്നതിന്റെ പേരിൽ കോൺഗ്രസ് കൊടുത്ത വില എന്താണ്? പ്രോസിക്യൂട്ടർ മുഖ്യമന്ത്രി കരുണാകരൻ രാജിവെക്കേണ്ടി വന്നു. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പ്രോസിക്യൂട്ട് ചെയ്തു. കേരളത്തിന് പുറത്ത് കോയമ്പത്തൂർ കൊണ്ടുപോയി സ്പെഷ്യൽ കോടതി അവരെ പ്രോസിക്യൂട്ട് ചെയ്തു. അപ്പൊ ഈ 17 ആളെ കൊലപാതകം നടത്തിയ, കൊല ചെയ്ത പോലീസുകാർ ഇപ്പോഴും മാന്യന്മാരായി കഴിയുകയാണ്. അവർക്ക് രാഷ്ട്രീയ പരിരക്ഷ നൽകുന്നത് ആരാണ്? കേരളത്തിലെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ്. ആ പോലീസുകാർക്കെതിരെ ഈ നടന്ന സംഭവത്തിന് ഈ 113C അനുസരിച്ച് കേസെടുക്കേണ്ടതല്ലേ? IPCയിൽ അതിന് കറക്റ്റായ വകുപ്പില്ല. പോലീസ് കസ്റ്റഡിയിലിരിക്കെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി മനുഷ്യത്വഹീനമായി ആക്രമോത്സുകമായി ഏതെങ്കിലും വ്യക്തിയെ ആക്രമിച്ചാൽ അത് കേസാണ്, അത് ഒഫൻസാണ്. അപ്പൊ അവരെ പേരെ പ്രോസിക്യൂട്ട് ചെയ്യുന്നില്ല. ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി എന്ന് പറഞ്ഞ് ഒരു ഐവാഷ് നടത്തി അവരെല്ലാം കുറ്റമുക്തമാക്കി. ഒരാളെ കുറ്റമുക്തമാക്കി, 3 പേർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ലൈറ്റ് പണിഷ്മെന്റ് കൊടുത്തു. ഇതാണോ ചെയ്യേണ്ടത്? അപ്പൊ പോലീസുകാർക്കറിയാം ആരെ കൊന്നാലും എത്ര മർദ്ദിച്ചാലും ജനങ്ങളെ തല്ലിക്കൊന്നാലും വി ആർ ഓൾ പ്രൊട്ടക്റ്റഡ്. കാരണം എന്താണ്? പോലീസുകാരെ ഉപയോഗിക്കുന്നു പാർട്ടി പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അവരുടെ എല്ലാ ഹീനമായ പ്രവൃത്തിക്ക്. അവർ നടത്തിയിരിക്കുന്ന എല്ലാ വൃത്തികേടുകൾക്കും കേസ് അട്ടിമറിക്കാൻ നമുക്ക് ഓർമ്മയില്ലേ പേരിയ മർഡർ കേസ്? മൂർച്ചയുള്ള ആയുധങ്ങൾ കൊണ്ട് തല വെട്ടിക്കൊന്നു ചെറുപ്പക്കാരെ, 2 ചെറുപ്പക്കാരെ. പോലീസ് കണ്ടെടുത്ത ആയുധം എന്താണ്? GI പൈപ്പാണ്. CBI വന്ന് അന്വേഷിച്ചില്ലെങ്കിൽ ആ പ്രതികൾ ഇന്നും മാന്യന്മാരാണ്. അപ്പൊ കൊലയാളികൾക്ക് പരിരക്ഷ നൽകുന്നത് പോലീസാണ്. ആ പോലീസ് തന്നെ കൊലപാതകം ചെയ്താൽ, ആക്രമണം നടത്തിയാൽ അവർക്ക് എല്ലാവിധ കവചം കിട്ടുന്നത് രാഷ്ട്രീയ നേതൃത്വമാണ്. അപ്പൊ കേരളത്തിലെ പോലീസിലെ ആക്രമം ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് ആൻഡ് പൊളിറ്റിക്കലൈസേഷൻ ഓഫ് പോലീസ്, ഇത് രണ്ടും ഇല്ലാത്തിടത്തോളം കാലം നമ്മുടെ രാജ്യത്തെ നിയമവാഴ്ച ഇല്ല. നിയമവാഴ്ചയുടെ ഒരു കാഷ്വാലിറ്റിയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ പോലീസ് നിയമവും നിങ്ങളറിയുമോ, ഡൽഹിയിൽ ഈയിടെ 1 മണിക്കൂർ ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ വെച്ചു. ഹൈക്കോടതിയെ സമീപിച്ചു. പബ്ലിക് ലോ റെമഡി 50,000 രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ പറഞ്ഞു. നമ്പി നാരായണനെ നിയമവിരുദ്ധമായി കസ്റ്റഡിയിൽ വെച്ചതിന് 50 ദിവസം കസ്റ്റഡിയിൽ വെച്ചതിന് 50 ലക്ഷം രൂപയാണ് സുപ്രീം കോടതി വിധിച്ചത്. ഈ ചെറുപ്പക്കാരനെ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ഇത്ര ഭീകരമായി മർദ്ദിച്ച് കസ്റ്റഡിയിൽ വെച്ചതിന് ഈ സെന്റേറ്റ് ഗെറ്റ് കോമ്പൻസേഷൻ. സ്റ്റേറ്റ് നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ആ നഷ്ടപരിഹാര സംഖ്യ ഈ ഉത്തരവാദികളായ പോലീസുകാരിൽ നിന്ന് വസൂലാക്കാൻ സ്റ്റേറ്റ് ബാധ്യസ്ഥരാണ്. അങ്ങനെ സക്രിയമായി പ്രവർത്തിച്ച് ജനങ്ങളുടെ ജീവനും ജനങ്ങളെ വ്യക്തി ഭരണഘടന ഉറപ്പു നൽകിയിരിക്കുന്ന പരമപ്രധാനമായ റൈറ്റാണ് റൈറ്റ് ടു ലീവ് ആൻഡ് പേഴ്സണൽ സെക്യൂരിറ്റി. നമ്മുടെ പേഴ്സണൽ ഫ്രീഡമാണ്. എന്താ അയാൾ ചെയ്തിരിക്കുന്നത്? പോലീസുകാർ അപമര്യാദയുമായി ഒരു വ്യക്തിയോട് സംസാരിച്ചപ്പോൾ അത് ചോദ്യം ചെയ്യുക. ഇറ്റ്സ് അവർ റൈറ്റ്. പോലീസുകാരന് ഇത്ര മോശമായി പെരുമാറിയാൽ ഈ വ്യക്തിയെ വസ്ത്രാക്ഷേപം നടത്തി കസ്റ്റഡിയിൽ വെച്ച് ഇത്ര ഭീകരമായി ഇത് കേരളത്തിലാണ്, ലിറ്റററി സാക്ഷര കേരളത്തിലാണ് ഇത്ര പ്രാകൃതമായ രീതിയിൽ. ഞാനത് പറഞ്ഞില്ലേ, സാധാരണ നമ്മൾ പറയും മനുഷ്യൻ ഭ്രാന്തളിയാൽ ചങ്ങലക്കിടും, ചങ്ങലക്ക് ഭ്രാന്തളിയാൽ എന്താണ്? ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം പരിരക്ഷിക്കാൻ നമ്മൾ കടന്നു ചെല്ലേണ്ട ഒരു സ്ഥാപനമാണ് പോലീസ് സ്റ്റേഷൻ. അവിടെ നിന്നാണ് ഇത്ര ഭീകരമായ രീതിയിലുള്ള ആക്രമം അഴിച്ചുവിടുന്നത്. അതിന് ചോദ്യം ചെയ്യാൻ നമ്മൾ ഇവിടെ പോകും. നമ്മുടെ ഭരണകൂടത്തിന്റെ പാട്രണേജിലാണ് ഇവരിതെല്ലാം ചെയ്യുന്നത്. ഭരണകൂടത്തിന്റെ പരിരക്ഷ ഇവർക്കുണ്ട്. അതുകൊണ്ടാണ് പോലീസ് മർദ്ദനങ്ങൾ, 17 കൊലപാതകങ്ങൾ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് നടത്തി. ഒറ്റ കേസ് മാത്രമേ അന്വേഷിച്ചുള്ളൂ കമ്മീഷനെ വെച്ചിട്ട്, ജസ്റ്റിസ് നാരായണക്കുറുപ്പ് കമ്മീഷൻ. ഈ നെടുങ്കണ്ടത്തെ രാജ്കുമാറിന്റെ കൊലപാതകം മാത്രം. അപ്പൊ പോലീസിനെ കയറൂരി വിട്ടിരിക്കുകയാണ്. കരിമ്പിൻ തോട്ടത്തിൽ കയറിയ കാട്ടാനയെ പോലെ കാണുന്നവരെ പൊളിറ്റിക്കൽ പാർട്ട്നേജ് കിട്ടുന്നതിന്റെ ഫലമായിട്ടാണ് ഇത്തരം കേസുകൾ അട്ടിമറിക്കപ്പെടുന്നത് എന്ന കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ പോലീസുകാർക്കെതിരെ കർശന നടപടിയെടുക്കാൻ വ്യവസ്ഥ ചെയ്യുമ്പോഴും അവയിൽ നിന്ന് എങ്ങനെ സംരക്ഷണം നൽകാമെന്ന ആലോചന പോലീസിലും രാഷ്ട്രീയ നേതൃത്വത്തിലും നടക്കുന്നതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു പ്രധാന ആക്ഷേപം. ശ്രീ ആന്റണി, താങ്കൾ പോലീസിൽ പ്രവർത്തിച്ച ആളാണല്ലോ. ഈ കാലത്തും പോലീസ് കൊണ്ടു നടക്കുന്ന ഇത്തരം ഇടിമുറി സംസ്കാരമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പുതിയ കാലത്ത് മുന്നോട്ട് പോകുന്തോറും ഇപ്പം നേരത്തെ ശ്രീ ബൽദേവ് പറയാണ്, കൂടുതൽ വിദ്യാസമ്പന്നരായ ആളുകൾ, മനുഷ്യത്വബോധമുള്ള ആൾക്കാർ, മനുഷ്യരുടെ പൗരാവകാശ ബോധമുള്ള ആൾക്കാരൊക്കെ പോലീസ് സേനയിൽ വരുമ്പോൾ അതിൻ്റെ പഴയ ഇടിയൻ കുട്ടമ്പിള്ള ലൈൻ മാറുന്നുണ്ട് എന്ന്. പക്ഷേ ഇല്ലല്ലോ, ഇപ്പോഴും കിട്ടിയാൽ ഇടിക്കാനുള്ള പവറും അധികാരവും ഞങ്ങൾക്കുണ്ട് എന്ന മട്ടിലാണ് പ്രവർത്തിക്കുന്നത് ഈ ചെറുപ്പക്കാർ പോലും. എന്ന് വെച്ചാൽ ഈ സംവിധാനം ഇപ്പോഴും മാലിന്യം നിറഞ്ഞ ഒരു കൂടയാണ് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്?
പോലീസില് ഈ പറഞ്ഞ രീതിയിൽ ഒരു നേരിയ ശതമാനം ആളുകൾ ക്രിമിനൽസ് ഉണ്ട്. ഈ നമ്മളിപ്പോ ഈ കാണുന്ന ആ വീഡിയോയിൽ കാണുന്ന ആളുകൾ 4 പേര് പോലീസുകാരെ ക്രൂരമായിട്ട് ഒരു ചെറുപ്പക്കാരനെ മർദ്ദിക്കുന്നതായിട്ട് കാണും. ഒരു കാരണവശാലും അത് ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു വകുപ്പാണ് ഔദ്യോഗിക കൃത്യവണത്തിന് തടസ്സമുണ്ടാക്കി എന്ന് പറഞ്ഞ് പോലീസ് പിടിച്ചോണ്ട് പോയിരുന്നത്. ചില കാര്യങ്ങളിലൊക്കെ അത് ശരി തന്നെയായിരിക്കാം, ചില സമര മുഖത്തും മറ്റുമൊക്കെ. അതല്ലാതെ ഒറ്റപ്പെട്ട ഒരു വ്യക്തി, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, 4 പോലീസ് ഉദ്യോഗസ്ഥർ നിൽക്കുമ്പോൾ അവരുടെ ഔദ്യോഗിക നിർവഹണത്തിന് ഏത് രീതിയിൽ തടസ്സം ഉണ്ടാക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ ഈ ചെറുപ്പക്കാരനെ കൊണ്ടുവരുന്നു, വിവസ്ത്രനായിട്ടാണ് അതിനുള്ളിലേക്ക് കടത്തുന്നത്. അതുപോലെ തന്നെ കുനിച്ചു നിർത്തിയിട്ട് പുറത്ത് കൈമുട്ടുകൊണ്ട് ഇടിക്കുന്നതായിട്ട് ഉള്ളത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ആ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരെക്കാൾ അപ്പുറമാണ് ഈ CCTV മറച്ചുവെക്കുവാനും അതുപോലെ തന്നെ ആ റിപ്പോർട്ട്, അതായത് ഒരു അന്വേഷണം നടത്തിയ ഒരു ഓഫീസറോ റിപ്പോർട്ട് കൊടുത്തു ഇവർ മർദ്ദിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇതിനെ സംബന്ധിച്ച് കൊടുത്തതിൽ നടപടിയെടുക്കാതിരുന്ന ഉദ്യോഗസ്ഥരാണ് അതിനേക്കാൾ കൂടുതൽ തെളിവുകൾ നശിപ്പിക്കുവാനും ഈ കുറ്റകൃത്യത്തിന് പ്രേരണ കൊടുക്കുകയും ചെയ്യുന്നത്. ഈ ആരെങ്കിലും സംരക്ഷിക്കുമെന്നുള്ള ഒരു തോന്നലുണ്ടെങ്കിൽ മാത്രമേ പോലീസ് ഉദ്യോഗസ്ഥർ ഈ രീതി ചെയ്യുള്ളൂ. കാരണം അവർക്ക് ഈ പൗരാവകാശത്തെ പറ്റി പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ പോലും അറിവില്ലാത്ത ഒരുപാട് പോലീസുകാർ. കാരണം അവര് ഇതിനകത്തൊരു ഈഗോയാണ് ഏറ്റുമുട്ടുന്നത്. കാരണം അയാൾ ചോദിച്ചു കാണും, ഈ മദ്യപിച്ച് ബഹളമുണ്ടാക്കുന്ന ചെറുപ്പക്കാരെ പിടിക്കാനായിട്ട് ചെന്നപ്പം അയൽവാസിയായിട്ടുള്ള ഇയാൾ ചിലപ്പോൾ ചോദിച്ചു കാണും, നിങ്ങൾ എന്തിനാണ് കൊണ്ടുപോകുന്നത്, ഇല്ലെങ്കിൽ ഞാൻ നാളെ കൊണ്ടുവന്നോളാം. ഇങ്ങനെയൊക്കെയുള്ള ഒക്കേഷന് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഒരു പോലീസ് ഓഫീസറുടെ, അതായത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ഒരു ദിവസം തന്നെ ഒരു പോലീസ് സ്റ്റേഷനിൽ 2-3 ഉണ്ടാവും. അപ്പൊ അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ പരിശീലനം പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്നില്ല. പോലീസ് അക്കാദമിയിലാണ് ഇപ്പൊ പോലീസ് ഉദ്യോഗസ്ഥരുടെ മുഴുവൻ പ്രാഥമികമായിട്ടുള്ള ബേസിക് ട്രെയിനിങ് നടക്കുന്നത്. അതില് ഡ്രില്ല്, അതായത് ശാരീരികമായ അവസ്ഥ പുഷ്ടിപ്പെടുത്തുന്നതിനും അല്ലെങ്കിൽ ആരോഗ്യം സംരക്ഷിക്കുന്നതിനുമായിട്ടുള്ള ഡ്രില്ലും അതുപോലെ അച്ചടക്കത്തിന്റെ ഭാഗമായിട്ടുള്ള പരേഡും നടക്കുന്നുണ്ട്. അപ്പം ഇത് രണ്ടും നടക്കുന്നുണ്ട്. മറ്റു രീതിയിൽ IPCയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ക്രിമിനൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ടതും ഒക്കെയുള്ള പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ പെരുമാറ്റത്തെ സംബന്ധിച്ച് പഠിപ്പിക്കാനായിട്ട് എത്ര മണിക്കൂറുകൾ അവർ ചെലവഴിക്കുന്നു എന്നുള്ളത്, അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 21 ഒക്കെ അത് അതായത് ഒരാളുടെ ജീവൻ അല്ലെങ്കിൽ ഒരാളുടെ പേഴ്സണൽ ലിബർട്ടി, നോ വൺ ഷാൽ ബി ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ് ലൈഫ് ഓർ പേഴ്സണൽ ലിബർട്ടി എന്നാണ് പറയുന്നത്. അത് ആ പേഴ്സണൽ ലിബർട്ടിക്ക് ഉള്ളിലേക്ക് ഇവർ എന്തിന് കടന്നു ചെയ്യുന്നു? ഇയാളുടെ പേഴ്സണൽ ലിബർട്ടി ഉണ്ട് അവിടെ, അതോടൊപ്പം തന്നെ ലൈഫും അവിടെ ചലഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്. വെറുതെ നിന്ന് ഒരാളെ പിടിച്ചുകൊണ്ട് ലോക്കപ്പിലോ പോലീസ് സ്റ്റേഷനുള്ളിലോ കൊണ്ടുപോകുന്നു, അയാളെ മർദ്ദിക്കുന്നു. ഈ 4 പേര് കൂടി ഒരാളെ മർദ്ദിക്കാനും മാത്രമുള്ള വിഷയം അവിടെ ഒന്നും കാണുന്നില്ല. കാരണം അത് പോലീസുകാരിലെ ക്രിമിനൽസ് ആണ്, അല്ലെങ്കിൽ അവരെ നിലയ്ക്ക് നിർത്താനുള്ള ആ ഒരു തന്റെ ഇടം ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിരിക്കണം. ഇവിടെ അങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്, ഇവിടെ ഈ റിപ്പോർട്ട് കൊടുത്തു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ASCP ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അയാൾ കൃത്യമായ റിപ്പോർട്ട് കൊടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് ഈ CCTV അവിടെ നിന്ന് മാറ്റം ചെയ്യപ്പെടുകയും അത് ഒളിച്ചു വെക്കുകയും വിവരാവകാശ പ്രകാരം അപേക്ഷ കൊടുത്ത് ചോദിച്ചപ്പോ അത് കെട്ടിടത്തിന്റെ പണി നടന്നത് കൊണ്ട് അത് സൂക്ഷിച്ചു വെച്ചിട്ടില്ല എന്ന് പറയും. ഇപ്പം ഇതാ കൊടുത്തിരിക്കുന്നു, ടെലികമ്മ്യൂണിക്കേഷനിൽ നിന്ന് സൈബർ പോലീസിലേക്ക് കൊടുത്തിരിക്കുന്നു, സൈബർ സെല്ലിലേക്ക് കൊടുത്തിരിക്കുക. അതിന്റെ ഹാഷ് വാല്യൂ പോലും അതിൽ ചേഞ്ച് ചെയ്താണ് വന്നിരിക്കുന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. എന്താണ് ഇതിനൊക്കെ ഒരു കാരണം? എന്താണ് ഒരു കാര്യം? ഇതിൽ ഏതെങ്കിലും ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ ഇതിനകത്ത് വ്യക്തിപരമായിട്ട് തന്നെ ആ ഒരു നീതിയുടെ ബോധമുള്ള ഒരാൾ വന്ന് ഇടപെട്ടിട്ട് ഇതിലൊരു തീരുമാനം കൽപ്പിക്കാൻ ഈ 2.5 വർഷം എന്തിനെടുത്തു എന്നുള്ളതാണ്. കാരണം ഇയാൾ ഇതിന് പുറകെ പിന്നാലെ പോയി ഇത്ര പൊരുതി ഈ CCTV ദൃശ്യങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം വന്നു. വിവരാവകാശ കമ്മീഷന്റെ അടുത്ത് വരെ പോകേണ്ടി വന്നു. കമ്മീഷന് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തേണ്ടതായിട്ട് വന്നു. ഇന്നിപ്പോ ഒരു കോടതി വിധി സുപ്രീം കോടതി വന്നിട്ടുണ്ട്. കഴിഞ്ഞ 8 മാസം കൊണ്ട് 11 കസ്റ്റഡി മരണം നടന്നിരിക്കുന്നു. CCTV പോലീസ് സ്റ്റേഷന്റെ സുതാര്യതയ്ക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കണം. കുറച്ച് നിബന്ധനകളും കുറച്ച് പോയിന്റുകളും പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് കൃത്യമായ മോണിറ്ററിംഗ് നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പോലീസ് സ്റ്റേഷന്റെ എല്ലാ ഭാഗങ്ങളിലും ചിലപ്പോൾ ചില ഭാഗങ്ങൾ കവർ ചെയ്യാതിരിക്കും CCTV.
അവിടോട്ട് മാറ്റി നിർത്തി വേണമെന്നുണ്ടെങ്കിൽ പോലീസുകാർക്ക് മർദ്ദിക്കാൻ ശരി, അപ്പൊ പോലീസ് അങ്ങനെ അടച്ചു വെക്കപ്പെടുന്ന ഒരു സംവിധാനമല്ല. കർശനമായ എന്താ പറയുന്നത് ഒരു പബ്ലിക് ഓഡിറ്റിന് വിധേയമാവേണ്ടതുണ്ട് എന്ന സന്ദേശം സുപ്രീം കോടതിയുടെ ഈ ഗൈഡ് ലൈൻസിലുണ്ട് എന്ന് കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷനിൽ അക്കര, ഞാൻ വീണ്ടും വരുന്നത് ഈ സർക്കാരിന്റെ പോലീസ് നയവും പോലീസിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഈ സർക്കാരുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട, കാരണം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് പോലീസിന്റെ അട്രോസിറ്റി, പോലീസിന്റെ തന്നിഷ്ടപ്പോക്ക്, പോലീസിലെ ഹിന്ദുത്വവൽക്കരണം, സംഘപരിവാർ താല്പര്യങ്ങൾ എന്നിവ. അതിനെ ഒരു പ്രധാനപ്പെട്ട സമര വിഷയമാക്കി ഉയർത്തുന്നതിൽ ഈ സർക്കാരിനെ അതിൻ്റെ തീച്ചുളയിൽ നിർത്തുന്നതിൽ നിങ്ങൾക്ക് എന്തുമാത്രം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്? ഇപ്പോഴും അതൊരു പ്രധാന വിഷയമായി നിങ്ങൾ ഏറ്റെടുക്കാൻ വൈകുന്നുണ്ടോ? അല്ല, ഞാൻ നിഷാദ് ഈ വിഷയത്തെ അങ്ങനെ കാണരുത്. ഞാൻ തുടക്കം മുതൽ പറഞ്ഞല്ലോ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സ്വീകരിച്ച നിലപാടുകൾ ഇതുമായി കൃത്യമായി പറഞ്ഞു. കുന്നംകുളത്തെ പോലീസിൻ്റെ അനുഭവവുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. ഈ പിണറായി വിജയൻ ഈ കുന്നംകുളത്ത് വഴി കടന്നു പോകുമ്പോൾ സ്വാഭാവികമായും നെടുമ്പാശ്ശേരി വിമാനം ഇറങ്ങി കണ്ണൂർ വിമാനത്താവളം അധികം സമയത്ത് വിമാനങ്ങൾ വരുന്നില്ലല്ലോ. സ്വാഭാവികമായും പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്ത് വിമാനം ഇറങ്ങി കോഴിക്കോട് വരെയുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായും എങ്ങനെ പോയാലും കടന്നു പോകേണ്ട സ്ഥലം കുന്നംകുളമാണ്. അപ്പോൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിലും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിലും ഒരു പക്ഷേ കുന്നംകുളത്ത് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് കരിങ്കൊടി കിട്ടിയിട്ടുള്ള ഒരു പ്രദേശം എന്ന് പറയുന്നത് കുന്നംകുളത്താണ്. ആ കുന്നംകുളത്ത് ആ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത 3 ചെറുപ്പക്കാരാണ്. ഒന്ന് അവിടുന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് നിതീഷും, KSUവിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പ്രസാദും, അതുപോലെ തന്നെ ഈ കുന്നംകുളം ചുവന്നൂർ മണ്ഡലം പ്രസിഡന്റ് കൂടിയായിരുന്ന സുജിത്തും. ഞാൻ എത്രയോ തവണ ഇവരെ ഈ അവിടുത്തെ ACP കരിങ്കൽ തടങ്കലിൽ വയ്ക്കും. ആ കരിങ്കൽ തടങ്കിൽ വെക്കുന്ന സമയത്ത് ഞങ്ങൾ അവിടെ ചെല്ലുകയും അവരെ കാണുകയും ചെയ്യുന്ന എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടിയൊക്കെ വൈരാഗ്യം സുയുത്തുമായി ബന്ധപ്പെട്ടുണ്ട്. നമുക്കറിയാലോ, നമ്മുടെ സംസ്ഥാനത്ത് ഇവിടെ വികസന സദസ്സ് നടത്തുന്ന പേര് പറഞ്ഞുകൊണ്ട് വികസന വണ്ടിയുമായി പോയ പിണറായി വിജയനെതിരായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥലങ്ങളിൽ പ്രതിഷേധവുമായി വന്നപ്പോൾ അതിനെ ജീവൻ രക്ഷാ ഉപാധി എന്ന രീതിയിൽ കണ്ട ഒരു മുഖ്യമന്ത്രി നമ്മുടെ സംസ്ഥാനത്തുണ്ട്. നിരവധിയായ വിഷയങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. നമുക്കറിയാലോ, ഈ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തല്ലേ PSC പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൻ്റെ PSC ടെസ്റ്റിലേക്ക് കടന്ന സമയത്ത് അതിൻ്റെ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയം വന്ന സമയത്ത് അതിൽ കോപ്പി അടിച്ച് 1-ാം റാങ്കുകാരനും 2-ാം റാങ്കുകാരനുമൊക്കെ SFIക്കാർ നേതാക്കന്മാരായ DYFI നേതാക്കന്മാർ ഈ പോലീസിൻ്റെ തലപ്പത്തേക്കും സിവിൽ പോലീസ് ഓഫീസർമാരുമായി വന്ന ചിത്രം നമ്മുടെ മുന്നിലുണ്ട്. കഴിഞ്ഞ 10 വർഷമായി അല്ലെങ്കിൽ 9 വർഷമായി നമ്മുടെ സംസ്ഥാനത്ത് PSCയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അതിനകത്ത് നുഴഞ്ഞു കയറിയ നിരവധിയായ DYFI SFI നേതാക്കന്മാർ നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ പോലീസുമായി ബന്ധപ്പെട്ട് എത്രയോ വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ആ ആരോപണ വിധേയനായ SP തന്നെ, അല്ലെങ്കിൽ കമ്മീഷണർ അങ്കിത് അശോകൻ ഈ കേസിനകത്ത് പ്രതിസ്ഥാനത്ത് വരേണ്ട ആളുകളാണ്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പൂരം കലക്കാൻ വേണ്ടി പോലും പോലീസിനെ ഉപയോഗിച്ച ഒരു ഗവൺമെൻറ്റാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുപോലെ തന്നെ സമരം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ തല്ലിച്ചതച്ചുകൊണ്ട് അതിന് ജീവൻ രക്ഷാ സേന എന്ന പേര് പറഞ്ഞ സംവിധാനം നമ്മുടെ മുന്നിലുണ്ട്. മുഖ്യമന്ത്രി തന്നെ ഈ അക്രമകാരികളായ പോലീസിനെ ഒത്താശ ചെയ്ത് കൊടുക്കുന്ന, പ്രോത്സാഹനം ചെയ്തു കൊടുക്കുന്ന രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തുണ്ടായി. അപ്പോൾ ഈ വിഷയത്തിൽ പോലീസ് മാത്രമല്ല, ഈ വിഷയത്തിൽ പ്രതിസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പും ഉണ്ടെന്നാണ്. എൻ്റെ സമയം ഇന്ന് വളരെ കുറച്ചുള്ള ഒരു ദിവസമായതുകൊണ്ട്, ഇന്ന് സമയം വളരെ കുറവായതുകൊണ്ട് ഞാനിലൊക്കെ മനസ്സിലാക്കുള്ളൂ, ഇന്ന് കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ദിവസമാണ്. അല്ല ബലദേവ്, ഇതിനകത്ത് സർക്കാരിനുണ്ടോ ഈഗോ? അതായത് പോലീസുകാർക്ക് ഈഗോ ഉണ്ട്, കാരണം അവരോട് ചോദ്യം ചെയ്താൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. സർക്കാരിനുണ്ടോ പ്രതിപക്ഷത്തെ ഒരു നേതാവിനെ തല്ലിയതിൻ്റെ പേരിൽ ആരോപണം കേൾക്കുന്ന, അല്ലെങ്കിൽ ഇതാ ഇപ്പോൾ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർക്കശ നിലപാട് സ്വീകരിക്കാൻ അതുണ്ടോ സർക്കാരിന്? തീർച്ചയായിട്ടും സർക്കാരിന് അങ്ങനെ ഒരു നിലപാടില്ല. ഞാനൊരു കാര്യം പെട്ടെന്ന് പറഞ്ഞിട്ട് അതിലേക്ക് വരാം. 2005 ഉദയകുമാർ എന്നൊരു ചെറുപ്പക്കാരനെ തിരുവനന്തപുരത്ത് ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഉരുട്ടിക്കൊന്നു. ഇപ്പോൾ ആ ചെറുപ്പക്കാരനെ കൊന്ന പ്രതികളെ കേരള ഹൈക്കോടതി വെറുതെ വിട്ടു. എന്തായാലും പോലീസുകാരാണ്. അപ്പോൾ അത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയാണ് അത് ചെയ്തതെന്ന് ഞാൻ പറയുന്നില്ല. ആ രീതിയിൽ ഞങ്ങൾ അതിനെ കാണുന്നുമില്ല. അന്ന് ഞങ്ങൾ സമരമൊക്കെ ചെയ്തതാണ്. ഇവിടെ ഗവൺമെൻറ് ശക്തമായ നിലപാടുമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത് വ്യക്തമായിട്ടുണ്ട്. ഈ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകും.
പക്ഷേ ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് പിണറായി വിജയനാണ് ഇത് ചെയ്തത്, അല്ലെങ്കിൽ ഇടതുപക്ഷമാണ് ഇത് ചെയ്തത്, CPM നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ അതിന് ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ടോ നിയമപരമായിട്ടൊക്കെ തന്നെ ഞങ്ങൾ അതിനെ നേരിടും. പോലീസിന്റെ വീഴ്ചയാണ്. പോലീസ് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകും. ഒരിക്കലും ആ ചെറുപ്പക്കാരന് അടികൊണ്ടതിന് ഞങ്ങളാരും യോജിക്കുന്നില്ല. ഇന്നലെ എന്നോടൊപ്പം ചാനൽ ചർച്ചയിൽ സുജിത്തും ഉണ്ടായിരുന്നു, മറ്റു ചാനൽ. സുജിത്ത് അവിടെ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പറയുകയും ചെയ്തു കുറേ അധികം സമയം. അപ്പം അതുകൊണ്ട് ശക്തമായ നടപടി ഉണ്ടാകണം, ഈ പോലീസുകാരെ ടെർമിനേറ്റ് ചെയ്യണം എന്ന് ഞങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. CPM നേതൃത്വം ആ ഒരു ചിന്താഗതിയിൽ വന്നിട്ടുണ്ട്. ശക്തമായ നടപടി ഉണ്ടാകും. അപ്പോൾ ഇതിന്റെ രാഷ്ട്രീയവൽക്കരിച്ച് ഇതന്ന് തിരുവനന്തപുരത്ത് പിണറായി വിജയൻ നേരിട്ട് പറഞ്ഞ് ചെയ്തതാണ്, അല്ലെങ്കിൽ DGP പറഞ്ഞ് ചെയ്തതാണ്. അവസാനിപ്പിക്കുന്ന മുമ്പ് ചോദിക്കട്ടെ, ഇതിനകത്ത് നിയമ നടപടിയുടെ ഒരു പരമാവധി സാധ്യത എത്രയാണ് കോടതി വഴിയുള്ളത്? അസഫ് അലി, കോടതി നടപടി എടുക്കേണ്ടത് ഇപ്പം പറയുന്നു അയാളെ ഇനിയും ശിക്ഷിക്കും. എങ്ങനെ ശിക്ഷിക്കാനാ? ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി നടത്തി അവർക്ക് ശിക്ഷ നൽകി ഒരാളെ കുറ്റമുക്തമാക്കി. എന്താ ശിക്ഷ? ഇൻക്രിമെന്റ് തടയലാണ്. അതിൽ ഈ കേരള പോലീസ് ആക്ടിൽ തന്നെ പറയുന്ന നിർബന്ധ വിരമിക്കൽ, നീക്കം ചെയ്യൽ, പിരിച്ചുവിടൽ ഇതെല്ലാം കൊടുക്കേണ്ട ഒരു കുറ്റമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഒരു കാര്യം ഈ ഗവൺമെന്റ് സമ്മതിക്കേണ്ടി വരും. ഒന്നുകിൽ കേരള പോലീസ് കൊള്ളരുതാത്തൊരു സേനയാണ്, അത് ഞാൻ പറയില്ല, കാരണം എത്രയോ നല്ല പോലീസ് സർവീസിലുണ്ട്. അല്ലെങ്കിൽ അവരെ പ്രവർത്തിക്കാൻ സമ്മതിക്കാതെ അവരെ കയറൂരി വിട്ടിരിക്കുകയാണ്. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അവർ ജനങ്ങളെല്ലാം തല്ലിക്കൊല്ലുന്നു. 17 ആളെ കസ്റ്റഡിയിൽ വെച്ച് കൊന്നിട്ട് എന്തുണ്ടായി നടപടി? അതിൽ 22 ആൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 13 ആളെ തിരിച്ചെടുത്തു. ഇനി ലീഗൽ ആക്ഷൻ എന്താ? ലീഗൽ ആക്ഷൻ ഈ കേരള പോലീസ് ആക്ടിലെ 113C അനുസരിച്ച് ഇയാളെ വലിയ പ്രോസിക്യൂട്ട് ചെയ്യണ്ടേ ഇവരെ? നമ്മൾ കാണുന്നില്ലേ എത്ര മൃഗീയമായ രീതിയിലാണ് വസ്ത്രാക്ഷേപം നടത്തി വസ്ത്രമഴിച്ച് അവനെ ഭീകരമായി തല്ലുന്നത്. ഇതിൽ കൂടുതൽ തെളിവ് ഇനി എവിടെയാണ് വേണ്ടത്? ഇനി നടപടി എടുക്കാൻ ഇവിടെ 2.5 കൊല്ലം കഴിഞ്ഞു. ഈ 2.5 കൊല്ലം അവർക്ക് നമ്മൾ വൈറ്റ് വാഷ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് സർക്കാർ. ഡിപ്പാർട്ട്മെന്റൽ ആക്ഷൻ നടത്തി. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 എൻക്വയറിയിൽ, ACPയുടെ എൻക്വയറിയിലും DIGയുടെ എൻക്വയറിയിലും മർദ്ദനം നടന്നിട്ടുണ്ട് എന്ന് സമ്മതിച്ച് അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നടപടി ഒന്നും എടുത്തിട്ടില്ല. സർക്കാരിന്റെ പ്രതിനിധികൾ പറയുമോ ഇനി ഈ വിഷയം ഒന്നും കൂടി റീഓപ്പൺ ചെയ്യും? അതിന് കുറെ നിയമ തടസ്സങ്ങളുണ്ട്. ഈ ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി നടത്തി അവരെ ശിക്ഷ നൽകി കഴിഞ്ഞാൽ വീണ്ടും അത് റീഓപ്പൺ ചെയ്യാൻ അത്ര എളുപ്പമല്ല. ഇനി ഇവരുടെ പേരിൽ പ്രോസിക്യൂഷൻ നടപടി ആരംഭിക്കാൻ എന്തേ ഇതുവരെ ചെയ്യാതിരുന്നത്? നമ്മൾ കണ്ടതല്ലേ മർദ്ദനം നടന്നിട്ടുണ്ട് എന്ന് ബോധ്യമുണ്ടായതിനു ശേഷവും എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്ന ചോദ്യമുണ്ട്. മർദ്ദിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണോ സർക്കാർ എന്തുകൊണ്ട് കർക്കശമായ നടപടിയിലേക്ക് ഈ കാര്യത്തിൽ പോകുന്നില്ല എന്ന ക്വസ്റ്റൻ അവിടെ അവശേഷിക്കുകയാണ്. അസഫ് അലി, ഞാനൊന്ന് അവസാനിപ്പിക്കുന്നു. ഇന്നിപ്പോൾ എനിക്ക് കുറച്ച് കൊമേഴ്സ്യൽസ് കൂടി ബാക്കിയുള്ള സമയം വളരെ പരിമിതമാണ്, മനസ്സിലാക്കുമെന്ന് വിചാരിക്കുകയാണ്. താങ്ക് യു അസഫ് അലി. ഒപ്പം അനിൽ അക്കര, ബൽദേവ് സച്ചിദാനന്ദൻ ഈ ചർച്ചയിൽ